ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കവുമായി സർക്കാർ. ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവർ അടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട്. ടി.പി. കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റിൽ ടി.പി. കേസിലെ 3 പ്രതികൾ അണ്ണൻ ഷിജിത്ത്, ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടി അല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ 2 ജീവപര്യന്ത തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക വരും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത്. അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല. കേരളം അതിന് അനുവദിക്കില്ല. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ടി.പി. ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ നെറ്റിൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിന് ഗൗരവതരമായി വിചാരണ നടപടി പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ഈ ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എനിക്കറിയില്ല. എന്നാൽ വിഷയം വിവാദമായതോടെ പ്രതിരോധം തീർക്കുകയാണ് സർക്കാരും ജയിൽ വകുപ്പും. ആർക്കും പ്രത്യേക ഇളവില്ല എന്ന് സർക്കാർ പറയുമ്പോൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയെന്നാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് 18 പ്രതികരിച്ചു. ഇത് നമ്മുടെ ആസാദിയിലെ അമൃത്സർ മഹോത്സവിലെ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിമം അർഹത ഉള്ള ആൾക്കാർക്ക് അവിടെ ഒരു പേര് ജയിലിൽ നിന്നും സ്ഥിരമായി വരാറുണ്ട്. So when that like minimum qualification like 10 വർഷം പൂർത്തിയായി ആൾക്കാരും 15 വർഷം പൂർത്തിയായി 20 വർഷം അങ്ങനെ പോലെ then when the list comes then police headquarters will do detailed inquiry in each and every individual name and then we screen out people.
So generally, the High Court order is very clear that their remission will not be considered after completing minimum 20-25 years of the sentence. So they will be out. There is nothing. This is a very one simple letter from the jail superintendent is being shown to the media, and media is interpreting it differently. There is no such thing because the High Court order is very clear, and we will be applying that order into that. So his name will be out of it. ഒന്നുമില്ല, നമുക്ക് അങ്ങനെ പോലെ ഗവർണറുടെ പ്രൊപ്പോസലും പോയില്ല. I don't know why the news is coming in the media. We have not sent any such proposal. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് MS അനീഷ് കുമാറും അതോടൊപ്പം തന്നെ ഡാൻ കുര്യനുമാണ്. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, നിയമം അനുശാസിക്കുന്നവർക്ക് സാധാരണ നിലയിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. അത് അവരുടെ ചരിത്രവും ജയിലിലെ പെരുമാറ്റവും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് ഇരയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഈ പ്രതിയുടെ തന്നെ കുടുംബ പശ്ചാത്തലം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സാമൂഹിക അന്തരീക്ഷം, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ അവസരം ലഭിക്കാറുള്ളത്. അതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുമുണ്ടാകാം. പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ ഈ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ ഇളവ് തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ശ്രദ്ധിച്ച ഒരു വിധി തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ കേസിലെ ശിക്ഷ ഇളവ് നൽകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, 20 വർഷത്തേക്ക് ഒരു തരത്തിലുമുള്ള ഇളവിന് ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിരുന്നു. അവർക്കെങ്ങനെയാണ് 2012 നടന്ന ഒരു കുറ്റകൃത്യത്തിൽ 2014 ശിക്ഷ വിധിക്കുന്നു, 10 വർഷം മാത്രം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു, അവരെ പുറത്തിറക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് ചന്ദ്രശേഖരന്റെ ഭാര്യയായ KK രമ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടി വരില്ലേ? ഇത് കേവലം ജയിൽ സൂപ്രണ്ടിന്റെ ഒരു നിർദ്ദേശം മാത്രമായി കാണാൻ പറ്റുന്ന ഒന്നാണോ? അഭിലാഷ്, CRPC 432 പ്രകാരമാണ് ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികൾക്ക് ചില നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഇളവ് നൽകാൻ കഴിയുക. അതിന് ഓരോ കാലയളവ് പലപ്പോഴും നിശ്ചയിച്ചിട്ടുണ്ട്. 10 വർഷം, 20 വർഷം, 15 വർഷമൊക്കെ ജയിലിൽ തുടർച്ചയായി കഴിയുന്ന തടവ് പുള്ളികൾക്ക് ഇത്തരത്തിൽ ചില പ്രത്യേക അവസരങ്ങളിലും ഒപ്പം നിയമാനുസൃതമായി നല്ല നടപ്പിൻ്റെ ഭാഗമായി, അതായത് ജയിൽ എന്ന് പറയുന്നത് ഒരു കറക്ഷണൽ ഫോഴ്സാണ്. കുറ്റകൃത്യത്തിന് ശിക്ഷയ്ക്കപ്പുറം അവർ ജയിലിൽ വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസാന്തരം അവരിൽ വന്നിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുകയും ചെയ്യും. അത്തരത്തിൽ മാനസാന്തരം വന്നയാൾ ഒരുപക്ഷെ സമൂഹത്തിലേക്ക് പോയി വീണ്ടും പഴയ ജീവിതം നയിക്കാൻ പര്യാപ്തമാവും എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് അത്തരം ആളുകൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ളൊരു തീരുമാനമുണ്ടാവുക. ഇത്തരത്തിൽ ഏതാണ്ട് 56 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. അത് ജൂൺ 13 സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പട്ടികയിൽ എങ്ങനെ ഈ TP വധക്കേസിലെ 3 പ്രതികൾ വന്നു എന്നതാണ് ഏറെ ആശ്ചര്യകരമായ കാര്യം. കാരണം അവർ ജയിലിൽ എത്തിയ സമയം മുതൽ തന്നെ ജയിലിൽ ഫോൺ വിളി നടത്തുക, മറ്റ് സഹതടവുകാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുക, ലഹരിമരുന്ന് ഉപയോഗിക്കുക തുടങ്ങിയ പല കാര്യങ്ങളാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്കെതിരെ പലപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾ എങ്ങനെ നല്ല നടപ്പിനുള്ള ആളുകളുടെ പട്ടികയിൽ എത്തി എന്നതാണ് ആദ്യത്തെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. കാരണം ജയിൽ സൂപ്രണ്ട് ഒരു സാധാരണ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥൻ തയ്യാറാക്കുന്ന പട്ടിക ഒരു രാഷ്ട്രീയ തീരുമാനമല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആളുകളെ പുറത്തുവിടാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനില്ല. ജയിൽ സൂപ്രണ്ട് നൽകുന്ന പട്ടികയിൽ പോലീസ് വളരെ വിശദമായി അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകും. അത് ഈ തടവുപുള്ളികളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഈ കുറ്റകൃത്യത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കൾ എന്നിവരുമായൊക്കെ പോലീസ് ആശയവിനിമയം നടത്തിയ ശേഷമാവും ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുക. പക്ഷേ ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടു എന്നാണ് നമുക്ക് കൗതുകരമായി ഇപ്പോഴും തോന്നുന്നത്. ഇനി ഈ പട്ടിക മുന്നോട്ട് നീങ്ങിയാൽ, അല്ലെങ്കിൽ ഈ TP വധക്കേസ് പ്രതികൾ 3 പേരുടെ വെറുതെ വിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജയിൽ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ ക്രമങ്ങൾ മുന്നോട്ട് നീങ്ങിയാലും പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്നാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം അവർ ഈ വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എന്നാൽ ആ ശിക്ഷ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം 20 വർഷമെങ്കിലും ചുരുങ്ങിയത് 20 വർഷമെങ്കിലും ജയിലിൽ കടക്കാതെ അവരുടെ ഇളവ് സംബന്ധിച്ച അപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യരുതെന്ന കൃത്യമായ ഉത്തരവ് നിലവിലുണ്ട് താനും. അതുകൊണ്ട് അത് മറികടന്നൊരു തീരുമാനത്തിലേക്ക് പോവാൻ പോലീസിന് കഴിയുന്ന സാഹചര്യമല്ല. ഒപ്പം വളരെ ജാഗരൂകമായി TP രമ അടക്കം, TP ചന്ദ്രശേഖരന്റെ ഭാര്യ അടക്കം
ഈ കേസിൽ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും അനുകൂലമായൊരു മറുപടി അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഒപ്പം നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളിലൂടെയും ഈ തീരുമാനത്തിനെതിരെ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സർക്കാരിന് ഏതാണ്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഏതാണ്ട് ധാരണയുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് മറികടന്നും എന്തിനാവും ഈ 3 പേരുടെ പട്ടിക പോലീസിന് അയച്ചത് എന്ന ചോദ്യമാണ് മുന്നോട്ട് വരുന്നത്. ഒരു പക്ഷേ അവർക്കൊരു കൃത്യമായ സന്ദേശം നൽകുകയായിരിക്കും സർക്കാർ അല്ലെങ്കിൽ CPM നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്നതിന് മാത്രമേ ഒരുപക്ഷെ ഇത് ഉപകരിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ ഇത്തരമൊരു വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ആ വിവരം ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. TP രമ ഹൈക്കോടതി ഈ കാര്യം ഉന്നയിച്ച് സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലും നടത്തുന്നു. ഈ വാക്കുകളിൽ നിന്നും നേരത്തെ ജയിൽ DGP പിന്നാക്കം പോയിരിക്കുന്നു. കാരണം ഒരു കാരണവശാലും അവർക്ക് ഇത്തരത്തിലൊരു ഇളവിന് അവകാശമില്ല. അത് 20-25 വർഷങ്ങൾ ജയിലിൽ കഴിയാതെ പരിഗണിക്കാൻ പോലും ആവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട CPM ഞാൻ അനീഷിലേക്ക് വരാം. എന്തായാലും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ജയിൽ DGP ഇത് തള്ളിക്കളയുകയാണല്ലോ ഡാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ സാധാരണ നമുക്കറിയാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഉൾപ്പെടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ സംസ്ഥാന സർക്കാരുകളും കുറേ അധികം പ്രതികളെയൊക്കെ വിട്ടയക്കാറുണ്ട്. നമ്മുടെ ജയിലിന്റെ കപ്പാസിറ്റി പോലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പരിധിയിൽ കൂടുതൽ കുറ്റവാളികളെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും നല്ല നടത്തിപ്പ് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ശിക്ഷാ കാലയളവിൽ പെരുമാറുന്ന ആളുകളെയൊക്കെയാണ് പുറത്തുവിടുന്നത്. അവിടെയും DGP സൂചിപ്പിക്കുന്നത് പോലെ അത് കാലങ്ങളോളം ശിക്ഷ അനുഭവിച്ചവരായിരിക്കണം. അവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പിന്നീട് അവർ അക്രമവാസന പുലർത്താത്തവർ ആയിരിക്കണം. ഇതെല്ലാം ഒരു ഭാഗത്ത്. മറുഭാഗത്താകട്ടെ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് നിലനിൽക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ. ഈ പ്രതികളുടെ പശ്ചാത്തലം, ഈ പ്രതികൾ പിന്നീട് ജയിലിനകത്ത് അടക്കം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പല പ്രതികളെയും ജയിൽ മാറ്റിയ സാഹചര്യം, ഇതൊക്കെ നിരന്തരം വാർത്തകളിൽ നിറയുന്ന ഒന്നാണല്ലോ. എന്നിട്ടും എങ്ങനെയാണ് ഡാൻ ഈ 3 പേരുകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചത്? അത് നിസ്സാരമാണ്. അതിനുത്തരം കൃത്യമായി അവർക്ക് രാഷ്ട്രീയമായ സ്വാധീനമുണ്ട്. ആ രാഷ്ട്രീയമായ സ്വാധീനം തന്നെ ആയിരിക്കാം ഈ നിയമപരമായ ഹൈക്കോടതി മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ 3 പേരുകൾ കൂടി ജയിലിൽ നിന്ന് ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ആ 3 പേരുടെ മാത്രം പരിധിയിൽ വരുന്ന കാര്യമല്ല. ആ 3 പേർ ആർക്കാണോ സഹായം ചെയ്ത് നൽകിയത് അവരുടെ കൃത്യമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും അത്തരമൊരു കാര്യം പറയുമ്പോഴും നിയമപരമായി അങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ അസന്നിഗ്ധമായി ജയിൽ മേധാവി വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് 20 വർഷത്തിനോ 25 വർഷമോ ജയിൽ ശിക്ഷ കാലയളവ് അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ ശിക്ഷ ഇളവിന് ആനുകൂല്യമുള്ളൂ. ആ പട്ടിക തയ്യാറാക്കുമ്പോൾ 20 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ ആ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ കേവലം 10 വർഷത്തിൽ താഴെ മാത്രം തടവ് ശിക്ഷ അനുഭവിച്ച TP കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവിന് യോഗ്യത ലഭിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൃത്യമായി നമുക്കും അറിയാം അദ്ദേഹം ചോദിച്ച കാര്യം വസ്തുതാപരമാണ് എന്ന്. പക്ഷേ അത് കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ എങ്ങനെ ആ പട്ടികയിൽ ഈ 3 പേർ കടന്നുകൂടി എന്നതാണ് ഇവിടെ പ്രധാനമായി ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് എന്തുത്തരമായിരിക്കും ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക? അങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പ് ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ 3 പേർക്ക് ശിക്ഷ ഇളവ് നൽകാൻ പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായത്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രമാദമായ ഒരു കേസിലെ 3 പ്രതികൾക്കാണ് ഇങ്ങനെ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന സാധ്യതകൾ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായത് എന്നതാണ് ഈ വിവാദങ്ങളുടെ ആക്കം കൂട്ടുന്നതും. തീർച്ചയായും ഒരുപക്ഷെ ഈ എന്തുകൊണ്ടാകാം ഈ ഇങ്ങനെയൊരു ലിസ്റ്റിലേക്ക് ഇവരുടെ പേരുകൾ കടന്നു വന്നത് എന്നത് പോലും നിയമപരമായ പോരാട്ടത്തിന് സാധ്യതയുണ്ട്. ഞാൻ ഡാൻ തിരികെ എത്താം. അനീഷ്, ഇതിൽ ഒരു കാര്യം കൂടി. ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM വലിയ തിരിച്ചടി നേരിട്ട പശ്ചാത്തലമുണ്ട്. ആ തിരിച്ചടിയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളിൽ വലിയ അവമതിപ്പുണ്ട് എന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഈ ബോംബ് സ്ഫോടനങ്ങൾ വാർത്തയിൽ നിറഞ്ഞ പശ്ചാത്തലം. കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി, ഒരു പ്രായമായ ആൾ ബോംബ് പൊട്ടി മരിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അയാൾ ഒരു തെറ്റും ചെയ്യാത്ത ആരോ നിർമ്മിച്ച ഒരു ബോംബ് പൊട്ടി കൊലപ്പെടുന്ന സാഹചര്യം. രാഷ്ട്രീയമായ പശ്ചാത്തലമോ രാഷ്ട്രീയമോ ഒന്നും അതിലില്ല. അവിടെയും
ആ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ CPM-ന് എതിരെയായിരുന്നു. അതിനെയൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. മാധ്യമങ്ങൾ എപ്പോഴും CPM-നെതിരെയാണ്, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നൊക്കെ തരത്തിലുള്ള നരേഷൻസ് സൈബർ ഇടങ്ങളിലൊക്കെ നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്, അതും പരസ്യമായ നീക്കങ്ങൾ. അതെങ്ങനെയാണ് സാധിക്കുന്നത് അനീഷ്, പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പോലും? തീർച്ചയായും അഭിലാഷ്, അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുക്കുന്നതിനിടെയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും നിരവധി പ്രവർത്തകർ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റിലാവുകയും ചെയ്ത് ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വയോധികൻ പറമ്പിൽ തേങ്ങ പെറുക്കാൻ ഇറങ്ങുന്നതിനിടയിൽ ബോംബ് വിട്ടുതെറിച്ച് മരിക്കുന്നു. ഇതിന് CPM-നെ എതിർത്ത്, ഈ ബോംബ് രാഷ്ട്രീയത്തെ എതിർത്ത് ഒരു സ്ത്രീ സംസാരിക്കുന്നു. ഒപ്പം ഇന്ന് പോലും കണ്ണൂരിൽ നടത്തിയ റെയ്ഡിൽ 2 ബോംബുകൾ, സ്റ്റീൽ ബോംബുകൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് കിണറ്റിൽ നിന്നും കണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റം കലുഷിതമായ രീതിയിൽ തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിലടക്കം വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പോലും ഈ കൂത്തുപറമ്പ് അടക്കമുള്ള പാർട്ടി കോട്ടകളിൽ പാർട്ടിക്ക് വലിയ വോട്ട് ശോഷണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു രാഷ്ട്രീയ തീരുമാനം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഈ TP വധക്കേസിലെ 3 പ്രതികളെ വെറുതെ വിടാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഒഴിവാക്കാൻ പര്യാപ്തമാണോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറെ കൗതുകം. കാരണം തെരഞ്ഞെടുപ്പ് കാലത്തും മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ TP ചന്ദ്രശേഖരന്റെ വധവും CPM-ന്റെ അക്രമ രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങളുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴും അക്രമ രാഷ്ട്രീയത്തിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ, രാഷ്ട്രീയ കേരളത്തെ ഏറ്റവും അധികം എട്ടിച്ച ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിലെ പ്രതികളെ എന്തുകൊണ്ട് പുറത്തുവിടണം, അല്ലെങ്കിൽ പുറത്തുവിടാനുള്ള ശ്രമം പോലും നടത്തണമെന്ന് CPM-ന് തോന്നാൻ കാരണം എന്ത് എന്നതാണ് ഏറെ കൗതുകകരമായ ഒരു വസ്തുത. കാരണം ഒരു ജയിലിലെ സൂപ്രണ്ട് വിചാരിച്ചാൽ ഒന്നും മാത്രം ഒരു പട്ടിക തയ്യാറാക്കി പോലീസിന് കൈമാറാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിൽ ഇടം പിടിക്കാൻ പോലും ഉള്ളവർ അല്ല. കാരണം ഈ ജയിലിലെ നല്ല നടപ്പ് എന്ന നിർവചനത്തിന്റെ പരിധിയിൽ ഒരു ഘട്ടത്തിലും കടന്നുകൂടാൻ ഇടയില്ലാത്ത ആളുകളാണ്. ഒപ്പം ഹൈക്കോടതി വിധി അനുസരിച്ച് 20 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾക്ക് അപേക്ഷിക്കാൻ പോലും അർഹതയുള്ളവർ ഉള്ളൂ. അവിടെയാണ് എന്താണ് ഈ നടപടി കൊണ്ട് CPM ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് വഴി അവർ ലക്ഷ്യമിടുന്നത് എന്നത് തന്നെയാണ് ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്. മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും പൂർണ്ണ വിജയത്തിലെത്താൻ കഴിയാത്ത ഒരു നടപടി എന്നതിന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കോടതിയുടെ കൃത്യമായ ഉത്തരവ് ഉള്ളതിനാൽ പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് 3 പ്രതികളുടെ കാര്യത്തിലും നൽകാൻ കഴിയില്ല. നല്ല നടപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും അവർ ജയിലിൽ നല്ല നടപ്പിലായിരുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്ദേശം ഈ പ്രതികൾക്കും പുറത്തുള്ള ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നൽകാനായിരിക്കാം. ഒപ്പമുണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും ഒപ്പമുണ്ട്, ഇവരെയൊക്കെ മോചിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമം വരെയും ഞങ്ങൾ നടത്തും എന്ന ഒരു സന്ദേശം നൽകാനായിരിക്കും ഒരുപക്ഷെ നിലവിലെ നടപടിക്രമമാണ് എന്നാണ് നമുക്ക് അനുമാനത്തിൽ എത്തേണ്ടത്. കാരണം ഒരു തരത്തിലും വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരു പരിശ്രമം തന്നെയാണ് ഈ 3 പ്രതികളുടെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു ചില നിയമപരമായ മാർഗങ്ങളും അവർ തേടും. കാരണം ഹൈക്കോടതി വിധിയാണ് ഈ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും 20 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞാൽ മാത്രമേ ഇളവ് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. മറുവശത്ത് സുപ്രീം കോടതി പോലുള്ള ഉന്നത കോടതികളുണ്ട്. അവിടെ പോയി എന്തെങ്കിലും ശിക്ഷാ ഇളവോ അല്ലെങ്കിൽ ഈ ജയിലിൽ കഴിയേണ്ട കാലയളവിലെ മാറ്റമോ ഒക്കെ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഒരു പക്ഷേ നടത്തുന്നുണ്ടാവാം. അതിൻ്റെ അനുബന്ധമായ ആവാം ഇത്തരം ചില റിപ്പോർട്ടുകൾക്കായി അപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഇത്തരം ചില റിപ്പോർട്ടുകൾ വാങ്ങാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കളുടെ പ്രാഥമികമായ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു ബന്ധവുമില്ല, സർക്കാർ ഇത്തരത്തിലൊരു നീക്കവും നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇത് ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശവും ശുപാർശയും മാത്രമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജയിൽ സൂപ്രണ്ട് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെയാണോ ഈ 3 പേരുകൾ നൽകുന്നത് എന്നത് പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യനും ഒപ്പം അനീഷ് കുമാറും നൽകിയത്.